ഗസയിൽ തടവിലാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ രാജ്യവ്യാപക പ്രതിഷേധം. പ്രതിഷേധക്കാർ കത്തിച്ച ടയറുകൾ ഉപയോഗിച്ച് ഹൈവേ റോഡുകൾ ഉപരോധിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തെരുവിലിറങ്ങുകയും ചെയ്തു. ഹമാസുമായി ഒരു കരാറിലെത്താൻ അവർ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. തെല്ലവീവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാന കരാറുകൾ നിരസിക്കുകയാണെന്ന് പ്രകടനക്കാർ ആരോപിച്ചു. ഇതിനിടെ ഇസ്രായേലിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 200-ലധികം മുൻ യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞർ രംഗത്തെത്തി. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് 209 മുൻ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യ അംബാസഡർമാരും ജീവനക്കാരും ഒരു തുറന്ന കത്തിൽ ഒപ്പുവെച്ചു. ഇസ്രായേൽ സർക്കാരിനെതിരെ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിക്കുന്ന 9 നടപടികൾ നടപ്പിലാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ ഏകപക്ഷീയമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുക, ഇസ്രായേലി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ദേശീയ ധനസഹായ പദ്ധതികളുടെ ധനസഹായം നിർത്തുക എന്നിവ ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഉപരോധങ്ങൾ നടപ്പിലാക്കണമെന്നും വിസ നിരോധനവും സ്വത്തുക്കൾ മരവിപ്പിക്കലും ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ഗസയിൽ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടുന്നത് യുദ്ധക്കുറ്റമാണ് എന്ന് പത്രപ്രവർത്തക അവകാശ സംരക്ഷണ സമിതി തിങ്കളാഴ്ച നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ചു. ഇതിനിടെ കഴിഞ്ഞയാഴ്ച ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണത്തിനായി മധ്യസ്ഥർ കാത്തിരിക്കുകയാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു. സ്ഥലമല്ല പ്രധാനം, മറിച്ച് ഇപ്പോൾ ഒരു കരാറിൽ എത്തിയോ എന്നതാണ്. ഇസ്രായേൽ പ്രതികരിക്കേണ്ട ഒരു ഓഫർ ഇതിനകം മേശപ്പുറത്തുണ്ട് എന്ന് അൽ അൻസാരി പറഞ്ഞു.